ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തേക്ക്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. ദ്വാരപാലകപാളി കേസിൽ നേരത്തെ ജാമ്യം ലഭിച്ച പോറ്റിക്ക് കട്ടിളപ്പാളി കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചതോടെ പോറ്റി ഇന്ന് തന്നെ പുറത്തിറങ്ങുന്നു. കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന 4ാമത്തെ പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതിനിടെ തന്ത്രി കണ്ഠരര് ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഒടുവിൽ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തേക്ക് ഇറങ്ങുകയാണ്. വലിയ വിമർശനങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. കാരണം കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ കാലതാമസം അന്വേഷണ സംഘം വരുത്തുന്നതൊക്കെ ആക്ഷേപം ഉയരുമ്പോഴും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അത്തരമൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് പറയുന്നു. എന്തായാലും 4ാമത്തെ പ്രതിയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്? എപ്പോഴേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് ഇറങ്ങും? ടോം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2 കേസിലും ജാമ്യം അനുവദിച്ചു എന്നുള്ളതാണ്. കട്ടിളപ്പാളി കേസിൽ നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. ദ്വാരപാലക കേസിൽ ആദ്യം ജാമ്യം അനുവദിച്ചിരുന്നു. ഇപ്പോൾ കട്ടിളപ്പാളി കേസിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെ 2 കേസിലും ജാമ്യം ലഭ്യമായതോടുകൂടി ഇന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തിറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കേസിൽ പ്രധാന പ്രതിയാണ്, ആദ്യം അറസ്റ്റിലായ പ്രതി കൂടിയാണ്. നിർണായകമായ വിവരങ്ങളാണ് SITക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ലഭ്യമായത്. എങ്കിൽ പോലും കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാതെ വന്നതോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭ്യമായതും ജയിൽ മോചിതനാകാൻ പോകുന്നതും. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ 4ാമത് പുറത്തിറങ്ങുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. മറ്റ് 3 പ്രതികൾ ആദ്യം തന്നെ പുറത്തിറങ്ങിയിരുന്നു. ഉപാധികളോടെയായിരുന്നു അവർക്ക് ജാമ്യം ലഭ്യമായത്. ഇതിൽ 2 പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭ്യമായി. ഇതിൽ മറ്റൊരു പ്രതിയായ സുധീഷ് കുമാറിന് 43 ദിവസം പിന്നിട്ടപ്പോഴാണ് തെളിവുകളുടെ അഭാവത്തിൽ തന്നെ ജാമ്യം ലഭ്യമാവുകയും ചെയ്തത്. എന്തായാലും ഇവർക്ക് ജാമ്യം ലഭ്യമായ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടും അതുപോലെ തന്നെ സ്വാഭാവിക ജാമ്യത്തിന് പ്രതികൾ അർഹരാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. അപ്പോൾ അവരുടെ അവകാശമാണ് എന്ന രീതിയിൽ വാദിച്ചപ്പോൾ പ്രോസിക്യൂഷൻ അടക്കം പറഞ്ഞു ജാമ്യം ലഭ്യമാവുകയാണെങ്കിൽ കർശനമായ ഉപാധികളോടെ തന്നെ ജാമ്യം കൊടുക്കണം എന്നാണ് പ്രോസിക്യൂഷന് മുന്നോട്ട് വെച്ചത്. എന്തായാലും കോടതി ഇത് അംഗീകരിക്കുകയായിരുന്നു. ഉപാധികളോടെ ജാമ്യം ലഭ്യമായിരിക്കുന്നു. രാജ്യം വിട്ടുപോകരുത്, സംസ്ഥാനം വിട്ടുപോകരുത്, അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, 2 പേർ 2 ലക്ഷം രൂപ വീതമില്ല ആൾ ജാമ്യത്തിൽ, അങ്ങനെ കർശനമായ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ തെളിവുകൾ നശിപ്പിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയ ഉപാധികളുണ്ട്. ഇപ്പോൾ ഈ ഉപാധികളെല്ലാം അംഗീകരിക്കാം, എന്ത് ഉപാധികളും തങ്ങൾ അംഗീകരിക്കാം എന്ന് പ്രതിഭാഗം കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭ്യമായതോടുകൂടി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങുക തന്നെ ചെയ്യും. പക്ഷേ പുറത്തിറങ്ങിയാലും വലിയൊരു ആശങ്ക അവിടെ ഉള്ളത്, പുറത്തിറങ്ങിയപ്പോൾ തന്നെ ED സമാനമായ രീതിയിൽ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വാർത്തകളിലെല്ലാം സൂചിപ്പിച്ചതാണ്. EDയുടെ അന്വേഷണവും കൂടി നടക്കുമ്പോൾ EDയുടെ ചോദ്യമുനയുടെ മുന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകേണ്ടി വരും. ED ചോദ്യം ചെയ്യാനായിട്ടും കസ്റ്റഡിയിൽ വാങ്ങാനായിട്ടുമുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നു, സമൻസ് കൊടുക്കാനുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാതിരിക്കുകയും തിരുവനന്തപുരത്ത് തന്നെ തങ്ങേണ്ട സാഹചര്യത്തിലേക്ക് വരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ദിവസം തന്നെ EDയുടെ മുന്നിൽ ഹാജരാകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എല്ലാം എത്തും. എന്തായാലും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാലും ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ ഈ ഒരു നിയമക്കുരുക്ക് വിടാതെ തന്നെ പിന്തുടരുമെന്ന് ഉറപ്പാണ്. കാരണം ED പിന്നാലെയുണ്ട്. ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് ഉടൻ തന്നെ ഉണ്ടാകും. വീണ്ടും EDയുടെ കൂട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.